ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടു സ്നാക്സ് ആണ്. മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റ് പൊളിയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം സൈസിലുള്ള 3 സവാള കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് ഈ സവോള വേഗത്തിലൊന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സവോള നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു ഫില്ലിങ്ങിന്. അതുപോലെ തന്നെ വേഗത്തിലായി കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ 2 ചെറിയ തക്കാളി ചെറുതായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ അതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതും ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ തക്കാളി തന്നെ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടും വരെ നന്നായിട്ട് മിക്സ് ആക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഈ ഒരു സവോളയൊക്കെ നമുക്ക് നന്നായിട്ട് വേവായിട്ട് കിട്ടണം. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ അതാ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഈ ഒരു പൊടി കൂടെ പച്ചമണം മാറും വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് തീ ഒന്ന് മീഡിയം സൈസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം മല്ലിയുടെ ഇല തന്നെയുണ്ട്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ വീണ്ടും 1/2 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് കേട്ടോ, അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് മല്ലിയുടെ ഇല കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്രീൻ കളറിലാണ് നമ്മുടെ ഒരു മാവ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് അതിൽ നിന്ന് ഒരു പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആകെ ഇതിലൊരു പണിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്കിതിൽ കുറച്ച് പണിയായിട്ടുള്ളൂ കേട്ടോ. ബാക്കി മൊത്തം നമുക്ക് ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഒരു പകുതിയോളം ഫില്ലിങ് ഇതിലേക്ക് ചേർക്കുകയാണ്. അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ മാവ് മൊത്തത്തിൽ നമുക്കിതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ട് വരുമ്പോൾ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കി വന്ന ഫില്ലിങ് കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് ഫില്ലിങ് മാറ്റി വെച്ചിട്ട് ബാക്കി ഫില്ലിങ് മൊത്തത്തിൽ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം.
ഇതിപ്പോൾ ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഈ ഒരു പാനിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു സ്നാക്ക് ഗ്യാസിലേക്ക് വെക്കരുത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കട്ടിയുള്ളതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ആ ഒരു ഹോൾസ് അലൂമിനിയം ഫോയിൽ കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ ഒരൊറ്റ മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. 1 മിനിറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇല്ലേ, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഫില്ലിംഗ് ഉണ്ട്, ആ ഒരു ഫില്ലിംഗ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സെൻറ്ററിലൊന്ന് കട്ടാക്കിയതിൻ്റെ ശേഷം ഓരോ കോഴിമുട്ടയും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ബാറ്ററി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ കോഴിമുട്ട വെക്കരുത്. അതെന്ന് വെച്ചാൽ താന്ന് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് 1 മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഈ ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയുടെ ഇല കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 40-45 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊരു 35 മിനിറ്റ് ആവുന്ന സമയത്ത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് ടൂത്ത് പിക്കുമൊന്നും ഒന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാനിതൊരു കറക്റ്റ് 40 മിനിറ്റ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതൊന്ന് തുറന്നിട്ട് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, കരിയൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കട്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ വേവായിട്ടും ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു സ്നാക്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഒരു സ്നാക്സിൻ്റെ അടിഭാഗം ഒന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ വേറെ അടിപൊളിയായ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.